ഹായ് മക്കളെ, നവീൻ സാറാണ്. അപ്പൊ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇമ്പോർട്ടന്റും ഏറ്റവും വലുതായിട്ടുള്ള ഒരു ചാപ്റ്റർ, ആദ്യം വന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സർക്കിൾസ് കേട്ടോ. അപ്പൊ സർക്കിൾസില കുറച്ച് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർക്കിൾസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് സാർ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ നല്ല രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സർക്കിൾസിൽ വന്ന ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു 10 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഓണം എക്സാമിന് ഇങ്ങനെ ഡൗട്ടിലൊക്കെ നിൽക്കുന്നവരുണ്ടാവും, എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ പഠിക്കണമെന്ന്. അവർക്ക് എല്ലാവർക്കും ഇതൊരു സൊല്യൂഷൻ ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് എഴുതിയൊക്കെ പഠിക്കാത്ത കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പോയിന്റ്സ് ഇതൊക്കെയാണ് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സെമി സർക്കിളിലെ ആംഗിള്, ഓക്കെ, ഡയമീറ്റർ ആണ്. അപ്പൊ ഒരു സെമി സർക്കിളിൽ ഉണ്ടാവുന്ന ആംഗിൾ ഈ ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്ന് കണക്ട് ചെയ്ത് സർക്കിളും ഒരു ആംഗിൾ എടുത്താൽ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും വരാം കേട്ടോ. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിലോട്ട് പോയേ, ഒരു സെമി സർക്കിളിൽ ഉണ്ടാവുന്ന ആംഗിൾ 90 ആണെങ്കിൽ സർക്കിളിന്റെ പുറത്ത് ഈ ഡയമീറ്ററിനെ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി ഉള്ളിലാണെങ്കിൽ 90 ഡിഗ്രിയിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ, ഇതാണ് ആദ്യത്തെ 2 പോയിന്റ്. മൂന്നാമത്തെ പോയിന്റിലോട്ട് പോയതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അതായത് സെന്ററിൽ നിന്ന് ഒരു കോഡിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ കോഡിന്റെ കൃത്യം മിഡ് പോയിന്റിലായിട്ടായിരിക്കും വരാം. അതായത് എ സിയും സി ബിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എ സിയും സി ബി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും കേട്ടോ. സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ കോഡിലോട്ട് വരച്ച കൃത്യം എവിടെയായിരിക്കും വരാം, മിഡ് പോയിന്റിലായിരിക്കും വരാം. അതാണ് CPM റൂൾ, സെന്റർ പെർപെൻഡിക്കുലർ മിഡ് പോയിന്റ് കേട്ടോ. അടുത്ത പോയിന്റിലോട്ട് പോയാൽ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ ഒരു കോഡ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഒരു സെഗ്മെന്റ് എന്ന് പറയാം. സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരാം, അത് ഈ ഒരു സാധനമാണ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇതൊരു സെഗ്മെന്റ് ആണ്, ഇതൊരു സെഗ്മെന്റ് ആണ്, വൃത്ത കണ്ടോ എന്നൊക്കെ പറഞ്ഞു പറയാം. ഓക്കെ, അപ്പോൾ ഒരു സെഗ്മെന്റിൽ ഉണ്ടാവുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ആംഗിൾ എല്ലാം എന്ത് തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഇവിടെ ഉണ്ടാവണ എല്ലാ ആംഗിളും എന്ത് തന്നെ ആയിരിക്കും വരാം, സെയിം ആയിരിക്കും വരാം. ആണോ, ആ ഒരു കോഡിനെ കണക്ട് ചെയ്ത് വരക്കണം കേട്ടോ. ഓക്കെ, ആംഗിൾസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും വരാം. ഓക്കെ അല്ലേ. അടുത്ത പോയിന്റിലോട്ട് പോയിന്, അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഇത് സെന്റർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ആംഗിൾ വരച്ചു, ഈ കോഡിൽ വേറൊരു ആംഗിളും വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും എന്ന് അറിയാമോ, 2x എന്നായിരിക്കും വരാം കേട്ടോ. സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും വരാം, ഡബിൾ ആയിരിക്കും വരാം. എക്സ് ആണെങ്കിൽ ഇത് 2x. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 60 വരും. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 120 ആയിരിക്കും വരാം. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോയാണ്. ഇനി നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ, ഇവിടെ ഒരു കോഡ് ഉണ്ട്, ഇവിടെ എടുക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഇരട്ടി അല്ലെ. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, ഈ കോഡിന്റെ താഴെ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരാമെന്ന് അറിയാമോ, 180 - x ആയിരിക്കും. അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 180 - 30. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 180 - 40 എന്നായിരിക്കും വരാട്ടോ. ഓക്കെ അല്ലെ. ആറാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏഴാമത്തെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം മക്കളെ, ഓപ്പോസിറ്റ് ആണ്. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ, അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, ഈ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ മൂലയും സർക്കിളും മുട്ടിയിരിക്കുമെന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മക്കളെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കേട്ടോ. എല്ലാ മൂലയും എന്തായിരിക്കും, സർക്കിളുമായി ടച്ച് ചെയ്തിരിക്കും. സർക്കിളിന്റെ പുറത്തോട്ട് ആ മൂല പോയി കഴിഞ്ഞാൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഏഴാമത്തെ പോയിന്റ്. എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, കൂട്ടിക്കഴിഞ്ഞാൽ 180. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 - x. ഇനി ഈ ആംഗിൾ ഓപ്പോസിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും വരാം, 180 തന്നെ ആയിരിക്കും വരാം കേട്ടോ. അടുത്ത പോയിന്റ്, എട്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇതാണ്. ഒരു സർക്കിൾ വരച്ചു, സർക്കിളിന്റെ ഉള്ളിൽ ഞാൻ 2 കോഡുകൾ വരച്ചു. AB എന്ന് പറഞ്ഞ കോഡും വരച്ചു, CD എന്ന് പറഞ്ഞ കോഡും വരച്ചു. അത് കൂട്ടിമുട്ടിയ പോയിന്റ് P ആണ്. അപ്പൊ ഈ കോഡുകൾ കൂട്ടിമുട്ടിയപ്പോ ഇതിന്റെ നീളങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാണ്, AP PB, പിന്നെ അതുപോലെ തന്നെ PD PC. ആ റിലേഷൻ എന്താണെന്ന് അറിയാമോ മക്കളെ, PA × PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, PC × PD എന്നായിരിക്കും വരാം. എന്താണ്, PA × PB = PC × PD എന്നായിരിക്കും വരാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഇത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരും, ഉറപ്പായിട്ടും വരും കേട്ടോ. അടുത്ത പോയിന്റ്, ഒമ്പതാമത്തെ പോയിന്റിലോട്ട് പോയാണ്. ഒമ്പതാമത്തെ പോയിന്റ് പറയുന്നത് ഇതാണ്. നേരത്തെ പോലെ തന്നെ 2 കോഡ് കൂട്ടിമുട്ടിയേക്കണം. പക്ഷേ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയമീറ്റർ ആണ്. ഒരെണ്ണം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വരച്ചു. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ വീണ്ടും PAയും PBയും PCയും PD ഒക്കെ ആയിട്ട് അത് ഡിവൈഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിലേഷൻ എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ, PA × PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ വരാ, PC² എന്ന് വരും.
പി സി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ഡി സ്ക്വയർ എന്ന് എഴുതാട്ടോ. കാരണം എന്താണ്, സെന്ററിൽ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ അല്ലേ ഇപ്പോൾ ഇവിടെ വന്നേക്കണ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് കൃത്യം മിഡ് പോയിന്റിലായിട്ടായിരിക്കില്ല വരാ അല്ലെ. CPM റൂൾ അവിടെ അപ്ലൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഒരെണ്ണമായിട്ട് പഠിക്കാറുള്ളൂ, എന്താണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതായത് ഒരു ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വരച്ചാലുള്ള റിലേഷൻ ഇതാണ് വരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ 2 കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. എ ബി എന്നുള്ള കോഡ്, സി ഡി എന്നുള്ള കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കോഡുകൾ നേരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് ചെയ്ത് കൂട്ടിമുട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു റിലേഷൻ, സെയിം റിലേഷൻ മുന്നേ നമുക്ക് പഠിച്ചു തന്നെയാണ് വരാം, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സർക്കിൾസിൽ ആകെ പഠിക്കാനുള്ള ഈ 10 പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. അതായത് നോക്കല്ല. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ് പറയാനായിട്ട് പോണത്. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിളിന്റെ ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്ററിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് ആംഗിൾ എടുത്തിട്ടുണ്ട്. ഈ ആംഗിളും എത്രയൊക്കെയാണെന്നാണ് ചോദ്യം. വെരി വെരി സിമ്പിൾ. ഒരു സർക്കിളിന്റെ സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ എപ്പോഴെത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും വരാം. എപ്പോഴെത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും ഒക്കെ തന്നെ 90 ഡിഗ്രി ആയിരിക്കും വരാം കേട്ടോ. അതായത് ആംഗിൾ ഇൻ സെമി സർക്കിൾ 90 ഡിഗ്രി. ഒരു മാർക്കിന്റെ ഒക്കെ ചോദ്യമാണെങ്കിൽ വലിയ പ്രത്യേകിച്ച് കഥയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അല്ല, ഒരു 2 മാർക്കിനൊക്കെ ചോദ്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആംഗിൾ ഇൻ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണെന്ന് എഴുതി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. രണ്ടാമത്തെ ചോദ്യം മക്കളെ നോക്കിയേ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഒരു സർക്കിള്, എന്നിട്ട് ഒരു ഡയമീറ്റർ വരച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ എടുത്തിട്ടുണ്ട് എക്സ്, ഇവിടെ ഒരു വൈ, ഇവിടെ ഒരു ഇസഡ് എന്നൊക്കെ പറഞ്ഞ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെലക്ട് എക്സ് വൈ ഇസഡ് ഫ്രം ബിലോ ആംഗിൾസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സും വൈയും ഇസഡ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞേക്കണം. ഓക്കെ അല്ലേ? നമുക്കറിയാം എപ്പോഴും ഒരു സെമി സർക്കിളിന്റെ ഉണ്ടാവണ ആംഗിൾ, സർക്കിളിന്റെ പകുതിയിൽ ഉണ്ടാവണ ആംഗിൾ, അതായത് വൈ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഇതിന്റെ പുറത്ത് ഉണ്ടാവണ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? 90 ഡിഗ്രിയിൽ കുറവ്. ഉള്ളിൽ ഉണ്ടാവണ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? 90 ഡിഗ്രിയിൽ കൂടുതൽ. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ ആൾ എന്തായിരിക്കും മക്കളെ? 110 ആയിരിക്കും. വൈ എന്ന് പറഞ്ഞ ആൾ ഉറപ്പായിട്ടും 90 ആണ്. പിന്നെ ഇസഡ് എന്ന് പറഞ്ഞ ആൾ എന്താണ്? 90 ഡിഗ്രി കുറവല്ല വരാ. അപ്പൊ എത്രയായിരിക്കും? 65 ആയിരിക്കും വരാം കേട്ടോ. അതാണ് ആ ഒരു ക്വസ്റ്റിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? കേട്ടോ, ലെസ് ദാൻ 90 ഡിഗ്രി എന്താണ്? സർക്കിളിന്റെ പുറത്ത്. 90 ഡിഗ്രി ആണെങ്കിൽ സർക്കിളും, പിന്നെ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, സർക്കിളിന്റെ ഉള്ളിലാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. വേഗം തന്നെ പോയാണ്. യെസ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. ഒരു കോഡ് ഉണ്ട്, എ ബി എന്നുള്ള കോഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനൊരു ആർക്ക് അല്ലെ, ഇങ്ങനൊരു ആർക്കൊക്കെ ഉണ്ട്. ഇവിടെ ഈ ആർക്കിൽ ഇവിടെ ഒരു ആംഗിൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു ആംഗിൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 2 ആംഗിളുകൾ എപ്പോഴും എന്തായിരിക്കും മക്കളെ? പറയാൻ പറ്റുമോ? ഈക്വൽ ആയിരിക്കും. അത് നമുക്കറിയാം അല്ലെ. എപ്പോഴും നമുക്കറിയാലോ, ഒരു കോഡിൽ ഇതാണ് ഒരു സർക്കിള്, ഇവിടെ ഒരു കോഡ് ഉണ്ട്, ഇവിടെ ഉണ്ടാവണ ആംഗിളും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും വരാം. എന്നാൽ അത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇത് 150 തന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരാം? അതിന്റെ പകുതി. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 140 അല്ലെ. അപ്പൊ ഇവിടെ 140 ആണെങ്കിൽ നേരെ തിരിച്ചും പറയാം. എന്ന് പറയാം, അതിന്റെ പകുതി ആയിരിക്കും വരാം. ആംഗിൾസ് ഒക്കെ എന്തൊക്കെയായിരിക്കും വരാം? അതിന്റെ പകുതി. കാരണം ഇവിടെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്? എ ബി കോഡാണ്, ഓ സെന്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആംഗിൾസ് ഒക്കെ എന്തൊക്കെയായിരിക്കും വരാം? ഇവിടെ 70 വരും, ഇവിടെ 70 സെയിം ആയിട്ട് തന്നെ വരും. ഇവിടെ ഇപ്പൊ 30 ആണോ എന്ന് വെച്ചാൽ ഇവിടെ 30 തന്നെയല്ലേ മക്കള് വരാം. അങ്ങനെ വരും. ഇവിടെ ഇപ്പൊ 30 ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും വരാം? ഒന്നാലോചിച്ച്, അതിന്റെ ഡബിൾ വരും. എത്ര വരും? 60 വരും കേട്ടോ. അങ്ങനെ വരും കേട്ടോ. ഇനി ഇതിന്റെ തൊട്ട് താഴെയുള്ള കണ്ടുപിടിക്കാൻ, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരാ? 180 - 70, അതായത് 110 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോ ഓപ്പോസിറ്റ് ആർക്കുള്ള ആംഗിളിന്റെ സമ്മ് 110 ആണ്. ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. ഓക്കെ, ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. ഓക്കെ, നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കണേന്ന്. സെയിം ആയിട്ട് തന്നെ നമ്മുടെ സെൻട്രൽ ആംഗിളും അതൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ നമ്മളോട് എന്ത് ചെയ്യണം പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം കൂടെ എഴുതി വെക്കാം അല്ലെ. എന്താണ്? ഇവിടെ എ ബി എന്നുള്ള ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ സെൻട്രൽ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു 100 ഡിഗ്രി ആണെങ്കിൽ ഈ കോഡിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും വരാം? അതിന്റെ പകുതി ആയിരിക്കും വരാം, 50 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്കിക്കോ, എ സി എന്നുള്ളൊരു കോഡ് ഉണ്ട് അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇങ്ങനെ എന്താണ്? ഫൈൻഡ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ ഒ ബി സി അല്ലെ. എ ബി സിയിലെയും ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ എ സി എന്നുള്ള കോഡ് ഇത് 40 ആണെങ്കിൽ
ദേ ഈ കോഡിൽ ഉണ്ടാവുന്ന വേറെ ആംഗിൾ നോക്കി കണ്ട, ഇവിടെ എന്തായിരിക്കും വരാ, അതിന്റെ പകുതിയായിരിക്കും 20 കണ്ട. ഇനി ബി സി എന്നുള്ള കോഡ് ഇതാണ്, അപ്പൊ ഇവിടെ 70, ഇവിടെ 70 ആണെങ്കിൽ ഈ കോഡിൽ ഇവിടെ അതേ ആംഗിൾ ഉണ്ടാക്കുമ്പോൾ എത്രയായിരിക്കും വരാ, അതിന്റെ പകുതിയായിട്ടായിരിക്കും വരാം. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ആൻസറിലോട്ട് പോവാം. അപ്പൊ നോക്കിക്കോ കണ്ടോ, ഇങ്ങനെ ആംഗിൾസ് ഒക്കെ വരും കണ്ട. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 20 വരും, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 35 വരും. ഓക്കെ അല്ലേ, പകുതിയായിട്ട് വരും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കി എ ബി സിയിലെ ആംഗിൾസ് കണ്ടുപിടിക്കണം. എ ബി സി, എയില് 35 20, 35 20 55 ആയിരിക്കും വരാം. ബാക്കി എന്തായിരിക്കും വരാ, ഈ സി എന്നുള്ള ആംഗിൾ എത്ര വരും, സി എന്നുള്ള ആംഗിൾ 125 ഡിഗ്രി ആയിരിക്കും വരാം കണ്ട. ഇത് 35, ഇത് 20. അപ്പോൾ ബാക്കി ഈ ട്രയാങ്കിളിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 35 പ്ലസ് 20 125 കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഒ ബി സിയിലെ ആംഗിൾസും കണ്ടുപിടിക്കണം. ഒ ബി സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതൊരു എന്താണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഒ സിയും ഒ ബിയും എന്താണ്, റേഡിയസ് ആണ്. അപ്പൊ ഇത് 70 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും വരാം. അങ്ങനെയല്ല വരാ. അപ്പൊ ആംഗിൾ ഒ എന്നുള്ള 70 ഡിഗ്രി ആണെങ്കിൽ ഒ ബിയും ഒ സിയും റേഡിയസ് ആണ്. അപ്പൊ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ 180, അതിൽ നിന്ന് 70 കുറച്ചിട്ട് എന്ത് ചെയ്താൽ മതി, by 2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും, ഇവിടെയൊക്കെ 55 ആയിട്ട് കിട്ടും കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ആംഗിൾ ആണ് ഒ ബി സിയിൽ, ഈ ആംഗിൾ എത്ര കിട്ടും, 55 ഡിഗ്രി. അതുപോലെ തന്നെ ഈ മൊത്തം ആംഗിൾ എത്ര കിട്ടും, 55 ഡിഗ്രി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആൻസർ വരാം കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ തന്നെയാണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നോക്കാം. അടുത്ത ചോദ്യം പറഞ്ഞേക്കണത്, യെസ്, ഈ ചോദ്യത്തിൽ പറഞ്ഞേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈൻഡ് ആംഗിൾ എ സി ബി, ആംഗിൾ എ ഡി ബി, ആംഗിൾ പി സി ക്യു എന്നൊക്കെയാണ് പറഞ്ഞേക്കണത് കേട്ടോ. ഓൾസോ ഫൈൻഡ് സി ഡി ക്യു സി ക്യു ഡി പ്ലസ് ആംഗിൾ പി എന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഓൾറെഡി നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി ആംഗിൾ മാത്രം 80 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ആംഗിൾ 80 ആണെങ്കിൽ, ഇത് സെൻട്രൽ ആംഗിൾ അല്ലേ, ഇത് 80 ആണെങ്കിൽ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ, സെയിം സാധനം തന്നെ. ഇവിടെ സെൻട്രൽ ആംഗിൾ 80 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എവിടെ ആംഗിൾ ഉണ്ടാക്കിയാൽ അത് എന്തായിരിക്കും, അതിന്റെ പകുതി 40 അല്ലേ വരുള്ളൂ. അപ്പൊ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 40 വരും. ഓക്കെ അല്ലേ? ഇനി കണ്ടുപിടിക്കാനുള്ള ആംഗിൾസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 140 വരും. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 140 വരും. കണ്ടോ, അങ്ങനെ ആയിരിക്കും വരാം. ഓക്കെ അല്ലേ? കണ്ടോ, അതായത് ഒരു ലൈനിൽ ഉണ്ടാവുന്ന ആംഗിൾ ഇത്രയും 40 ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും വരാ, 148 ആയിരിക്കും കിട്ടുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാം. ആംഗിൾ എ സി ബി, ഉറപ്പായിട്ട് എന്താണ്, 40 ഡിഗ്രി, അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പിന്നെ ആംഗിൾ പി സി ക്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 40 ആണെങ്കിൽ ഇത് എത്ര വരും, 140 വരും. ലീനിയർ പെയർ ആണ്. ഇനി അടുത്തത് എന്താണ്, സി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സി ക്യു ഡിയും ആംഗിൾ പിയും കൂടിയും കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നതാണ്. അതായത് സി ക്യു ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് സി ക്യു ഡി, പിന്നെ ആംഗിൾ പി എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ പി. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരുമെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇത് രണ്ടും 140 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ അതിന്റെ ടോട്ടൽ സം എത്രയാണ്, 360. രണ്ടെണ്ണം അതിനകത്ത് 140 എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 140 കൂടി കൂട്ടുമ്പോൾ 280. ടോട്ടല് ഈ പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ, ഇതൊരു സി ക്യു ഡി പി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ നിന്ന് 320 നിന്ന് 280 കുറച്ചാൽ നമുക്ക് എത്രയായിരിക്കും വരാം, ആൻസർ വരാം 80 ഡിഗ്രി ആയിട്ടായിരിക്കും വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആംഗിൾ സി ക്യു ഡി പ്ലസ് ആംഗിൾ പി ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് വരും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയേണേ. അടുത്തത് നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗറിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ഈ ഒരു ഫിഗറിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ ഫിഗറിൽ പറഞ്ഞേക്കണത് ഇത് 50 ഡിഗ്രി, ഇത് 80 ഡിഗ്രി, എക്സും വൈയും. ഫൈൻഡ് എക്സ് ആൻഡ് വൈ എന്നാണ് പറഞ്ഞേക്കണത്. ഓരോ മൂലയും സർക്കിൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും. നോക്കിയ മക്കളെ, ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ, ചക്രീയ ചതുർഭുജമാണല്ലോ. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക, 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ശരിയല്ലേ? അപ്പൊ ആംഗിൾ എക്സ് കാണാനായിട്ട് 180 നിന്ന് 80 കുറക്കാം, 100 കിട്ടും. ആംഗിൾ വൈ കാണാനായിട്ട് 180 നിന്ന് 50 കുറക്കാം. അപ്പൊ എത്രയായിരിക്കും കിട്ടുക, 130 കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ ചെയ്ത് നോക്കാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ്. നോക്കിക്കോ, ഇത് 40 ഡിഗ്രി. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് അറിയാം. ഈ ആംഗിളും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് 40 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് എന്താണ് വരാം, 180 മൈനസ് എന്തെന്ന് വരും,
40 വരും. 180 മൈനസ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 വരും. ഇത് 140 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് എന്തായിരിക്കും വരാം, 40 ഡിഗ്രി ആയിരിക്കും വരാം. ഓക്കെ, സിമ്പിൾ അല്ലേ? കാരണം എന്താണ്, ലീനിയർ പെയർ. ഇത് മൊത്തം ഈ ലൈനിലുള്ള ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി. ഇവിടെ നിന്ന് ഇവിടം വരെ 140 ആണെങ്കിൽ ബാക്കി എത്രയും കൂടി വരും, 40 ഡിഗ്രി കൂടി വരും. അങ്ങനെയാണ് നമുക്ക് ആൻസർ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആംഗിളും കണ്ടുപിടിച്ചു, ഉള്ളിലുള്ളത് 140, പുറത്തുള്ള എത്രയായിരിക്കും വരാം, 40 ഡിഗ്രി ആയിട്ടായിരിക്കും വരാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അടുത്തൊരു ചോദ്യത്തിലോട്ട് സൈക്ലിക് കോഡിലാണ് സെയിം ക്വസ്റ്റ്യൻ. ഇതുപോലെ പി ക്യു ആർ എസ് ചുമ്മാ തന്നേക്കാണ്, ഫൈൻഡ് ആംഗിൾസ് എന്നാണ് ചോദിച്ചേക്കണേ കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ സൈക്ലിക് ആണോ അല്ലേ എന്ന് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. സൈക്ലിക് ആണോ മക്കളെ? സൈക്ലിക് ആണ്. കാരണം എങ്ങനെ മനസ്സിലായി? പി ക്യു ആർ എസ് എന്നുള്ള ആള് എന്താണ്, അതിന്റെ എല്ലാ മൂലയും, ആ കോട്ടിലാറിന്റെ എല്ലാ മൂലയും എവിടെ മുട്ടിയിരിപ്പുണ്ട്, സർക്കിളും മുട്ടിയിരിപ്പുണ്ട്. അപ്പൊ സൈക്ലിക് കോട്ടിലായിട്ടാണ് ഉറപ്പായിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ, സൈക്ലിക് കോട്ടിലായിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ വരാ, 180 അല്ല വരാ. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് തകർത്ത് ചെയ്ത് നോക്കാം. 3x-ഉം x-ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. അങ്ങനെ എനിക്ക് ടോട്ടൽ 4x എന്ന് വരും. ഒരു ചക്കയും 3 ചക്കയും ഒരു ചക്കയും കൂടെ കൂട്ടിയാൽ 4 ചക്ക അല്ലേ. 4x = 180. അപ്പൊ x = എന്താണ്, 180 ഡിവൈഡഡ് ബൈ 4. 4 ഇൻറ്റു ആയിട്ടുള്ള 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് വരും. 180/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരാം, 45 ഡിഗ്രി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 45 കിട്ടിയില്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്തും കണ്ടുപിടിക്കും, വൈയുടെ വാല്യൂ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും കേട്ടോ. അപ്പൊ വൈയുടെ വാല്യൂ എന്തായിരിക്കും വരാ, വൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ അതായത് നോക്കിയേ, ഈ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ എത്രയാണ്, 180 തന്നെ. അപ്പോൾ y + 5y 6y 150 കിട്ടും. y = 150 ഡിവൈഡഡ് ബൈ 6. അപ്പൊ എത്രയും വരാം, 30 ഡിഗ്രി. പക്ഷെ ആംഗിൾസ്, ഇനി ആംഗിൾസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 45 കിട്ടിയില്ല. അപ്പൊ ഇവിടെ 45, ഇവിടെ എത്രയും വരാം, 45ന്റെ 3 ഇരട്ടി. ഇവിടെ y എത്രയാണ്, 30. ഇവിടെ ആണെങ്കിൽ 5y. അപ്പൊ എത്ര വരും, അതിന്റെ 5 ഇരട്ടി വരും അല്ലെ. അപ്പൊ ആംഗിൾസ് നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. 45ന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 135. ഇനി മറ്റേ ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കണ്ടുപിടിക്കാം. y-ഉം 5y ആവുമ്പോൾ 30ഉം 150 ആയിട്ടായിരിക്കും വരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ദേ നോക്കിക്കോ, ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരും കേട്ടോ. അതെ, ഞാൻ ഇതിന്റെ ആൻസർ ഒന്നും പറയണില്ല, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത്. AB പാരലൽ ടു CD കണ്ട, ABയും പാരലൽ CDയും പാരലാണ്. AD = BC എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഫൈൻഡ് ആംഗിൾ B ആൻഡ് ആംഗിൾ C. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മക്കളെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയണേ. യെസ്, ആൻസർ വന്നിട്ടുണ്ട് ഓൾറെഡി, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് തന്നെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, AB എന്നുള്ളത് ഒരു ഡയമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് സർക്കിളിന്റെ. AB-യും അതുപോലെ തന്നെ AD-യും എന്താണെന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ ACB ആണ് ചോദിച്ചേക്കണം. ആൻഡ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഏത്, ABD. അതായത് ഈ ABD എന്ന് പറഞ്ഞ ട്രയാംഗിളിലെ ആംഗിൾസും കണ്ടുപിടിക്കണം. ആംഗിൾ ACB എന്തായിരിക്കും മക്കളെ, സെമി സർക്കിൾ അല്ലേ. സെമി സർക്കിൾ ആകുമ്പോൾ ആംഗിൾ ACB എത്ര വരും, 90 ഡിഗ്രി വരും. ഓക്കെ അല്ലേ? അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബാക്കി ഈ ട്രയാംഗിൾസിലെ എല്ലാ ആംഗിൾസും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, തന്നെത്താനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, നോക്കാം. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടോട്ടെ. കാരണം ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇത്, ട്രയാംഗിൾ ABC എടുക്കുകയാണ്. അപ്പൊ ഇവിടെ 50, ഇവിടെ 90 ആണെങ്കിൽ ബാക്കി കിട്ടാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇവിടെ 40 ആയിട്ട് വരുമല്ലോ. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ AB-യും പിന്നെന്താണ് AD-യും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോറി, ഐസോസിലസ് ട്രപ്പീസിയം അല്ല, ഐസോസിലസ് എന്താണ് ട്രയാംഗിൾ ആയിട്ട് വരും. അപ്പൊ ഇവിടെ വന്ന ആംഗിൾ എന്താണോ അത് തന്നെ ആയിരിക്കും എവിടെയും വരാം, ഇവിടെയും വരാം അല്ലെ. അപ്പൊ ആംഗിൾ B-യും ആംഗിൾ D-യും ട്രപ്പീസിയം അല്ല കേട്ടോ, ഐസോസിലസ് ട്രപ്പീസിയം അല്ല, ഐസോസിലസ് ട്രയാംഗിൾ ആണ് കേട്ടോ, ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന ആംഗിൾ എന്താണോ അത് തന്നെ, ഈ B എന്താണോ വന്നത് അത് തന്നെ ഇവിടെ വരും. അപ്പൊ 40 ഡിഗ്രി എന്നായിരിക്കും അതിന്റെ ആൻസർ വരാം കേട്ടോ. ഓക്കെ, പിന്നെ 40 കിട്ടി. പിന്നെ ആംഗിൾ കണ്ടുപിടിക്കാൻ വല്ല പണിയുണ്ടോ, അത് വെച്ചിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോയാണ്. ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞേക്കണം O എന്ന് പറഞ്ഞ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. AD-യും BD-യും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AD-യും BD-യും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്, ഫൈൻഡ് ആംഗിൾ ADB എന്ന് പറഞ്ഞിട്ടുണ്ട്, ACB OAB. ഇത്ര ആംഗിൾസ് ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. ഇവിടെ തന്നിരിക്കണതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഇത് 50 ആണെങ്കിൽ ബാക്കി ഇത് എത്രയായിരിക്കും, 130. കാരണം എന്താണ്,
ലീനിയർ പെയർ ആണ്. ടോട്ടൽ ഈ ലൈനിൽ ഉണ്ടാവുന്ന മൊത്തം ആംഗിൾ 180. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 130. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ എന്താണ് 50. നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയില്ല മക്കളെ, ആ സെയിം സംഭവം തന്നെ കേട്ടോ. ഇവിടെ 50 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയും വരാം, അതിന്റെ ഡബിൾ എത്രയും വരാം, 100 ആയിരിക്കും വരാം. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ, എല്ലാ ആൻസേഴ്സും കിട്ടിയില്ലേ. ആംഗിൾ ADB എത്ര വരും, 180 മൈനസ് 50 ഡിഗ്രി. എത്ര ആംഗിൾ ADB എത്രയായിരിക്കും വരാം, അപ്പോൾ 130 ഡിഗ്രി എന്ന് വരും കേട്ടോ. 180 50 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും, ഇവിടെ 130 മൈനസ് ആണ് കേട്ടോ, ഇവിടെ മൈനസ് ആണ്, -50 130 ഡിഗ്രി കിട്ടും കേട്ടോ. ഇനി അടുത്തടുത്തൊക്കെ വേഗം ഒന്ന് നോക്കിക്കോ, ആൻസേഴ്സ് ഒക്കെ നോക്കിക്കോ. വേണ്ട ഇനി ACB എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. ACB സിമ്പിൾ അല്ലേ. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും വരാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ 50 ആയപ്പോൾ ഇവിടെ 130, ഇവിടെ 130 ആയപ്പോൾ ഇവിടെ 50 വരും. പിന്നെ എന്തായിരിക്കും പ്രത്യേകത, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരും, 100 എന്നും വരും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരാം. ഓക്കെ, അപ്പൊ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിനകത്തുള്ളത്. പിന്നെ OAB പിന്നെ എന്താണ് ചോദിച്ചേക്കണ, പിന്നെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചല്ലോ നമ്മള്. യെസ്, OAB കൂടി ചോദിച്ചിട്ടുണ്ട്. OAB എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. OAB എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാം, അത് സിമ്പിൾ അല്ലേ മക്കളെ. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ഇത് 100 ആണെങ്കിൽ ഈ ആംഗിളും പിന്നെ ഈ ആംഗിളും എന്തായിട്ട് വരും, ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ 180 മൈനസ് 100 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 2 എന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആംഗിൾസ് കിട്ടിക്കോളും. ഓക്കെ അല്ലേ. യെസ്, ഓക്കെ. ഒരു വർക്ക് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ സാറ് തരാണ്. ഇത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ഈ പഠിച്ചതൊക്കെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതെ, ഒരു കോഡ് വന്നിട്ടുണ്ട്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്ര വരും വേണ്ട, അതുപോലെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ആൻസർ ഇത് തന്നെയാണ് കിട്ടിയെന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയനെ. ഇതിനകത്ത് പറഞ്ഞിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിളുടെ 3 സർക്കിള് കൂട്ടിമുട്ടിയിട്ടുണ്ട്. കൂട്ടിമുട്ടിയ പോയിന്റ് SP RQ എന്നൊക്കെ പറഞ്ഞ പോയിന്റിലൊക്കെ എന്ത് ചെയ്തൊക്കെയാണ്, ഇത് കൂട്ടിമുട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ ABP കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. BSP കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. BSP എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, പ്രൂവ് ദാറ്റ് ABCD കണ്ട, ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ പ്രത്യേകം എന്താണ്, ആ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എത്രയായിരിക്കും വരാം, 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ 85 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ്, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലേ വരാം. അപ്പൊ ഇവിടെ 85 ആണെങ്കിൽ ഇവിടെ 95. ഓക്കെ അല്ലേ. പിന്നെ ഇവിടെ 95 ആണെങ്കിൽ ഇവിടെ വരെ ഉണ്ട് ആംഗിൾ. ഇവിടെ 95 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരാ, തൊട്ടിപ്പുറത്ത് 85. ഇവിടെ 85 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും, 95. കാരണം എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി. ഓക്കെ അല്ലേ. ഇനി ഇവിടെ 95 ആണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ 85 തന്നെ വരും. കണ്ടാ, അതങ്ങനെ ഓർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. 85 ആണെങ്കിൽ ഇവിടെ 95, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. പിന്നെ ഇവിടെ 95 ആണെങ്കിൽ അല്ലേ, അതൊന്ന് ലോജിക്കലി ചിന്തിക്കുക. ഇത്രയും 95 ആണെങ്കിൽ ബാക്കി എത്രയും വരാം, 85 അല്ലേ. അപ്പൊ ഇവിടെ 85 ആണെങ്കിൽ ഇവിടെ 95, ഇവിടെ 95 ആണെങ്കിൽ ഇവിടെ 85. അങ്ങനെ നമുക്ക് എല്ലാ ആംഗിൾസും ഇവിടെ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ 105 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും വരാ, 75 വരും. കാരണം വീണ്ടും ലീനിയർ പെയർ. ഇവിടെ 75 ആണെങ്കിൽ ഇവിടെ 105, ഇവിടെ 105 ആണെങ്കിൽ ഇവിടെ 75. ഇങ്ങനെ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ 105 ആണെങ്കിൽ 75, ഇവിടെ 75 ആണെങ്കിൽ 105, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആംഗിൾ ABP കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ABP എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലേ മക്കളെ. ABP എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും വരാം, 75 വരും. 150 105 കുറച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ആംഗിൾ BPS എത്രയ്ക്കും വരാം, 180 മൈനസ് 85. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കുമ്പോൾ 150 ആണ്. അപ്പൊ 95 വരും കേട്ടോ. പിന്നെ അടുത്തെന്താണ്, അടുത്തത് നമ്മളോട് ചോദിച്ചെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ നമ്മളോട് എല്ലാ ആംഗിൾസ്, കുറെ ആംഗിൾസ് ഒക്കെ അവിടെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്, ആംഗിൾ BPS, ഫൈൻഡ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS അല്ലേ, രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ്. അത് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. 75 95 85 105. ഓക്കെ, പിന്നെ ABCD അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ആംഗിൾ Aയും ആംഗിൾ C കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണ്ടെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ആണ്. 80 ഇവിടെ ആണെങ്കിൽ ആംഗിൾ C എത്രയാണ്, 95. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണ്ടെന്ന് നോക്കിയ മക്കളെ. യെസ്, കിട്ടണ്ട്. ഇനി 75 105 രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 150 കിട്ടണ്ട മക്കളെ, കിട്ടണ്ട്. അപ്പൊ അതെന്താണ്, സൈക്ലിക് ആണ് കേട്ടോ. കണ്ടാ, അപ്പൊ പിന്നെ അത് ആൻസർ കിട്ടിക്കഴിഞ്ഞ് പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, നോക്കിയേ, രണ്ട് കോഡുകൾ സർക്കിളിനുള്ളിൽ കൂട്ടിമുട്ടിയൊക്കെയാണ് P എന്ന് പറഞ്ഞ പോയിന്റിൽ. PA തന്നിട്ടുണ്ട്, PB തന്നിട്ടുണ്ട്, PC തന്നിട്ടുണ്ട്. PD കാണാൻ നമ്മൾ എന്ത് ചെയ്യണം,
സിമ്പിൾ ഇക്വേഷൻ, ആ റിലേഷൻ അല്ലെ, നീളങ്ങൾ തമ്മിലുള്ള ബന്ധം, പി എയും പി ബിയും പി സിയും പി ഡി ഒക്കെ തമ്മിലുള്ള റിലേഷൻ എന്താണ് മക്കളെ? നോക്കിക്കോ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. കണ്ടുപിടിക്കാനുള്ള അതുപോലെ തന്നെ ഇടാ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 2 ഇല്ലേ, 2 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്തായിരിക്കും വരാം? പി ഡി എന്നുള്ളത് 12 ആയിട്ട് വരും. ഇതാണ് അതിന്റെ ആൻസർ വരാം കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയണേ. ഇതും അതുപോലെ തന്നെ ചോദ്യമാണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പി എ തന്നിട്ടുണ്ട്, പിന്നെ എന്താ തന്നിട്ടുണ്ട്? എ ബി തന്നിട്ടുണ്ട്, പിന്നെ എന്താ തന്നിട്ടുണ്ട്? പി സി തന്നിട്ടുണ്ട്. പി ബി കാണണം, സി ഡി കാണണം. എൻ്റെ മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിലേഷൻ എന്തായിരിക്കും? 2 കോഡുകൾ സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി, അങ്ങനെയാണ് റിലേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇതിന്റെ ആൻസർ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാം. സെയിം ഇക്വേഷൻ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാറ് പറയാനായിട്ട് പോണത്. എൻ്റെ മക്കൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പറയാൻ പോണത്. Draw a triangle of circumradius 3 cm and 2 of the angles 50 degree and 60 degree. ചിലപ്പോൾ 40 ഡിഗ്രി 60 ഡിഗ്രി ചോദിക്കും, 50 ഡിഗ്രി 60 ഡിഗ്രി ചോദിക്കും, അല്ലെങ്കിൽ 37 പിന്നെ അതുപോലെ തന്നെ 32. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് ഓർമ്മയുണ്ടോ മക്കളെ? അങ്ങനത്തെയൊക്കെ ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ പരിവൃത്താരം 3 സെന്റിമീറ്ററും 2 കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി വരുന്ന എന്താണ് ഒരു ത്രികോണം വരക്കാനായിട്ടാണ് പറഞ്ഞേക്കണം. നമുക്ക് വരക്കാനായിട്ട് ആദ്യം തന്നെ ഈ 2 ആംഗിൾസിന്റെ ഡബിൾ എടുക്കണം. 50ന്റെ ഡബിൾ 100, 60ന്റെ ഡബിൾ 120. ഇനി എന്ത് ചെയ്യണം? ആദ്യം തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർക്കിൾ വരക്കാം. സർക്കിൾ വരച്ചല്ലോ, സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യുക? സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിനകത്ത് നമ്മൾ ആംഗിൾ എടുത്ത് മാർക്ക് ചെയ്യുക. എത്ര ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്യുക? 100 ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത എന്ത് ചെയ്യുക? അടുത്ത ആംഗിൾ 120 ഡിഗ്രി അല്ലേ? നമ്മുടെ ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് 100 ഡിഗ്രി എടുക്കുക. പിന്നെ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യുക? 120 ഡിഗ്രി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? എടുക്കുക. ഇവിടെ ആണെങ്കിൽ ഇവിടെ എടുക്കുക, ഇപ്പുറത്ത് വേണമെങ്കിൽ ഇപ്പുറത്ത് എടുക്കുക. എന്നിട്ട് എന്തായിരിക്കും വരാം? 120 എടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക? ഇവിടെ പോയിന്റ്സ് ഒക്കെ കിട്ടുമല്ലോ. ഈ പോയിന്റ്സുകളൊക്കെ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവന്മാരൊക്കെ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇപ്പൊ നമുക്ക് കിട്ടിയതാണ് ഈ പറഞ്ഞ ഫിഗർ കേട്ടോ. സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ, പിന്നെ 2 ആംഗിൾസ് 50 ഡിഗ്രി. എവിടെ ആയിരിക്കും ആ 2 ആംഗിൾസ് വരാ? ഇവിടെ ഒരു കോഡ് 100. ഇത് സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആണോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കോഡ് ഇവിടെ ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ഈ കോഡിൽ വേറെ എവിടെ ആംഗിൾ എടുത്താലും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും വരാം ആണോ. അപ്പൊ ഇവിടെ 50 ഡിഗ്രിയും വരും, ഇവിടെ എത്രയും വരും? 60 ഡിഗ്രി ആയിട്ടായിരിക്കും വരാം. അതും കൂടി മാർക്ക് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. പി സി കണ്ടുപിടിക്കാനായിട്ടാണ് കേട്ടോ. ഈ സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. കാരണം എന്താണ്? ഒരു ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കോഡായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും മക്കളെ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. വളരെ ചെറിയൊരു ആൻസർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് സാറ് എൻ്റെ മക്കൾക്ക് ട്രൈ ചെയ്യാനായിട്ട് തന്നേക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിന്റെ ഐഡിയാസ് ഒക്കെ പറയുന്നുണ്ട്. അതെൻ്റെ മക്കൾ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ജസ്റ്റ് അതുപോലെ തന്നെ നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഇതിന്റെ ആൻസറും എൻ്റെ മക്കളൊന്ന് എന്ത് ചെയ്യുക? ട്രൈ ചെയ്യാം കേട്ടോ. അതെ, പി എ തന്നിട്ടുണ്ട്, പി ബി തന്നിട്ടുണ്ട്, പി സി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കണം. എങ്ങനെയായിരിക്കും മക്കളെ ആൻസർ വരാ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് വരാ. എന്നിട്ട് ഇപ്പോൾ പി എ ഇൻറ്റു പി ബി, പി എന്ന് പറഞ്ഞാൽ 8, പി ബി എന്ന് പറഞ്ഞാൽ 2, പി സി സ്ക്വയർ അതുപോലെ തന്നെ ഇട്ടു അല്ലേ? ഇവിടെ നോക്കിയാണ് മക്കളെ. അപ്പൊ 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആയിട്ട് കിട്ടും. സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് ചാടിയാൽ എന്തായിരിക്കും വരാ? റൂട്ട് ആയിട്ടായിരിക്കും വരാം. അപ്പൊ പി സി എന്നുള്ള എത്രയായിരിക്കും വരാ? 4 സെന്റിമീറ്റർ എന്ന് വരും കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി ഇത് നമ്മുടെ ട്രിഗണോമെട്രിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വരാ. ഇവിടെ 60 വന്നിട്ടുണ്ട്, ഇവിടെ 45 വന്നിട്ടുണ്ട്, ഇവിടെ 20 ഒക്കെ വന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ എ ഡി സി എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? എ സി ഡയമീറ്റർ ആണ്. എ സി ഡയമീറ്റർ ആണെങ്കിൽ ഇത് സെമി സർക്കിൾ അല്ലേ മക്കളെ? സെമി സർക്കിളിലെ ആംഗിൾ എത്രയായിരിക്കും വരാം? 90 ഡിഗ്രി. വല്ല സംശയം ഉണ്ടാ? ഇതപ്പോൾ ഓൾറെഡി കിട്ടിയേട്ടാ. എ ഡി സി എത്രയെന്ന് കിട്ടി? 90 ഡിഗ്രിന്ന് കിട്ടി. പിന്നെ എ സി സെമി സർക്കിൾ ആണെങ്കിൽ ഇവിടെ ആംഗിൾ ബി എത്രയായിരിക്കും വരാ? അതും 90 ഡിഗ്രിയാണ് വരാട്ടാ. കണ്ട, എപ്പോഴും ഒരു കാര്യം ആലോചിച്ചേക്കാം. സെമി സർക്കിൾ അല്ലെ ഡയമീറ്റർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ആയിരിക്കും, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരാം. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആംഗിൾസ് നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ 60, ഇവിടെ 90, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30. ഇവിടെ 45, ഇവിടെ 90, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 45.
നമ്മുടെ റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്കത് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജത്തിന്റെ ചുറ്റളവ്, പരപ്പളവ് അല്ല കേട്ടോ മക്കളെ, ചുറ്റളവ് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ചുറ്റളവും നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ചുറ്റളവും ചോദിച്ചിട്ടുണ്ടേ. അപ്പൊ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ആയിരിക്കും അതിന്റെ ആൻസർ വരാം കേട്ടോ. നീ നോക്കിയുടെ മക്കളെ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ 45 90, അപ്പൊ ഇതിന്റെ സൈഡൊക്കെ അത് വെച്ചിട്ട് കിട്ടും. ഇവിടെ 30 60 90, അത് വെച്ചിട്ട് എന്താണ് 45 ആണ് 1:1:√2 അല്ലേ. ഒരു സൈഡ് മാത്രം നമുക്ക് 20 എന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അതായത് ഈ ഡയമീറ്റർ 20 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കി 45ന്റെ ഓപ്പോസിറ്റ് എന്താണ് 20/√2. പിന്നെ ഈ 45ന്റെ ഓപ്പോസിറ്റ് എന്താണ് 20/√2 അല്ലെ, അങ്ങനെ വരും കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഈ 10 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തായിരുന്നു വെച്ചത്, 20 നമുക്ക് എന്ത് ചെയ്യണമെന്ന് തന്നിട്ടുണ്ടായിരുന്നു. 20 തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 90ക്ക് ഓപ്പോസിറ്റ് അല്ലേ 20 എന്ന് വെച്ചത്. അപ്പോൾ ഇത് 90ക്ക് ഓപ്പോസിറ്റ് 20 എന്ന ഇതിന് ഇപ്പുറത്ത് എന്തായിരിക്കും അതിന്റെ പകുതി, ഇവിടെ അത്രയ്ക്കും വരാം 10√3 എന്നൊക്കെ പറഞ്ഞു വരും കേട്ടോ. പിന്നെ പെരിമീറ്റർ ചുറ്റളവ് കാണാനായിട്ട് 10√3, 20/√2 കൂട്ടാ, 20/√2 കൂട്ടാ, 10 കൂട്ടാ, ഇതായിരിക്കും അതിന്റെ ആൻസർ. പ്രത്യേകിച്ച് കൂട്ടൊന്നും വേണ്ട, ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ പരീക്ഷയ്ക്ക്. ചിലപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് ഇല്ല എങ്കിൽ കൂടി നമ്മുടെ ഫൈനൽ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയിട്ട് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 12 cm². ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കോ, 12ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുക. 1 × 12 12 ആണ്, 2 × 6 12 ആണ്, 3 × 4 12 ആണ്. ഓക്കെ അല്ലെ? ഇവന്മാര് 12ന്റെ മൾട്ടിപ്പിൾസിൽ കൂട്ടുമ്പോ ഏറ്റവും കുറവ് കിട്ടണത് ഏതാണെന്ന് നോക്കണം അല്ലെ. 1 12 കൂട്ടിയ 13, 2 6 കൂട്ടിയ 8, 3 4 കൂട്ടിയ 7 ആണ് വരാം. കൂട്ടുമ്പോ ഏറ്റവും കുറവ് കിട്ടണ ഏതാണ്? 3 4 കൂട്ടുമ്പോ അല്ലെ 7 കിട്ടാ ഏറ്റവും കുറവ് അല്ലെ. മൾട്ടിപ്പിൾസ് കൂട്ടുമ്പോ ഏറ്റവും കുറവ് കിട്ടണ എന്താണ്? 3 4 ആണ്. അപ്പൊ 4 + 3 7 cm നീളത്തിൽ എന്ത് വരക്കാം? വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇനി ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാം. ഇവിടെ കുത്താ, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാ, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യാ. എന്നിട്ട് എന്ത് ചെയ്യാ? എന്നിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാൻ അറിയാലോ എന്റെ മക്കൾക്ക്. ഇങ്ങനെ ഒരു ലൈൻ ആണെങ്കിൽ ഇവിടെ കുത്താ, പകുതി കൂടുതൽ നീളം എടുക്കുക, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യാ. കോമ്പസ് അനക്കാണ്ട് ഇവിടെ കുത്താ, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യാ, ഇങ്ങനെ വരക്കാം. അപ്പോഴാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരാം. ഇതിന്റെ പ്രത്യേകത ഇത് 90 ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇനി നേരെ പെർപെൻഡിക്കുലർ വരക്കാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടുമല്ല, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഒരു സെമി സർക്കിൾ വരക്കാം. സെമി സർക്കിൾ വരച്ചല്ല. ഇനി 4 അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, 3 തുടങ്ങുന്ന പോയിന്റ് ഉണ്ട്. ഇവിടെ ഒന്ന് എന്ത് ചെയ്യുക? ഒരു 90 ഡിഗ്രി അങ്ങോട്ട് മുകളിലോട്ട് വരക്കാം. ഓക്കെ അല്ലേ? ഇനി 3 ആർക്കുകൾ എന്റെ മക്കൾ കട്ട് ചെയ്യണം. 3 ആർക്കുകൾ കേട്ടോ. ഒന്ന് ഈ ലൈൻ എന്ത് ചെയ്യുക? ഇവിടെ കുത്താ, ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഏത് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ആർക്ക് ആദ്യം കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഈ ലൈൻ ഒന്ന് ഇങ്ങനെ നീട്ടി വരച്ചേക്കാം. സോറി, ഈ ലൈൻ ഒന്ന് ഏത് ലൈൻ വേണമെന്ന് നീട്ടാം, ഇത് ഇങ്ങോട്ട് നീട്ടാം. പിന്നെ എന്ത് ചെയ്യാം? പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടെ ഒരു ആർക്കും കൂടി കട്ട് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ ഒരു എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. എന്നിട്ട് ഈ കിട്ടിയ സ്ക്വയർ ആണ് നമ്മുടെ സ്ക്വയർ വിത്ത് ഏരിയ എന്ത് വരും? 12 cm² വരും കേട്ടോ. എങ്ങനെയാണ് വന്നത്? അത് ഇതെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലൈനിങ് അടുത്ത് നീട്ടി വരച്ചിട്ടുണ്ടാവും. ഇവിടെ കുത്തൊരു ആർക്ക് കട്ട് ചെയ്യാം, ഇവിടെ കുത്തൊരു ആർക്ക് കട്ട് ചെയ്യാം, ഇവിടെ കുത്തൊരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കണ്ടോ? അപ്പൊ ഇതാണ് സ്ക്വയർ വിത്ത് ഏരിയ 12 cm² കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഇതേ അടുത്ത ചോദ്യത്തിലോട്ട് പോയാണ് നമ്മള്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 2 ടൈപ്പിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കും കേട്ടോ. ഒന്ന് റെക്ടാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയ ഉള്ള സ്ക്വയർ വരക്കാനും, പിന്നെ അതുപോലെ തന്നെ റെക്ടാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയ ഉള്ള റെക്ടാങ്കിൾ വരക്കാനും. 2 ടൈപ്പിൽ നമ്മളോട് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യം ചുമ്മാ നമ്മൾ ഇപ്പോൾ വരച്ച പോലത്തെ സ്ക്വയർ വരക്കാനുള്ള ക്വസ്റ്റിനും പിന്നെ ഈ പറഞ്ഞ 2 ടൈപ്പിലും ചോദിക്കും കേട്ടോ. അപ്പൊ അതായത് ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം പറഞ്ഞേക്കണം? ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് 5 cm ആൻഡ് ബ്രെഡ്ത്ത് 3 cm. ഡ്രോ സ്ക്വയർ ഓഫ് സെയിം ഏരിയ, അതേ പരപ്പളവുള്ള സ്ക്വയർ വരക്കണം. പിന്നെ ഡ്രോ റെക്ടാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് ലെങ്ത് 6 cm. വേറൊരു സൈഡ് 6 cm ആയിട്ട് നമ്മളോട് എന്ത് ചെയ്യണം പറഞ്ഞേക്കണം? വരക്കാനായിട്ടാണ് പറഞ്ഞേക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പൊ ആദ്യം ഇവിടെ റെക്ടാങ്കിൾ അല്ലേ വരക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മളോട് പറഞ്ഞേക്കണം ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയയുള്ള സ്ക്വയർ വരക്കാനാണ് പറഞ്ഞേക്കണം അല്ലെ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ് തന്നേക്കണം?
5 into 3 അല്ലെ, സോറി, റെക്ടാങ്കിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് 5ഉം 3ഉം ആണ്. അപ്പം അതിൻ്റെ ഏരിയ എത്ര വരും? 15 വരും. അതേ ഏരിയ ഉള്ള സ്ക്വയർ വരക്കണം, 15 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയുള്ള ഒരു സ്ക്വയർ വരക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡുകളൊക്കെ എത്രയായിരിക്കും വരാം? √15 അല്ല വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റെക്ടാങ്കിൾ വരച്ചു 5ഉം 3 ആയിട്ട്. കുഞ്ഞു വശം റൈറ്റിലേക്ക് നീട്ടി. അപ്പോൾ ഇത്രയും 5 ആണ്, ഇത്രയും എന്തായിരിക്കും വരാം? 3 ആയിട്ടായിരിക്കും വരാം കേട്ടോ. ഇത്രയും എന്തായിട്ടായിരിക്കും വരാം? 3 ആയിട്ടായിരിക്കും വരാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിന്റെ എന്ത് വരക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. ഈ ഒരു ഡിസ്റ്റൻസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പകുതിക്കുള്ളിൽ നിങ്ങൾ കൊടുക്കുക, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യുക, കോമ്പസിനെ കണ്ട് ഇവിടെ കൊണ്ടുപോയി കുത്തുക, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒരു ലൈനിങ് അത് വരക്കാം. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരാം. എന്നിട്ട് ഈ പോയിന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെമി സർക്കിൾ വരക്കാം. സെമി സർക്കിൾ വരച്ചു. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ലൈൻ എന്ത് ചെയ്യാം? നേരെ മുകളിലോട്ട് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി മുട്ടിക്കുക? സെമി സർക്കിൾ നമ്മൾ കൊണ്ടുപോയി മുട്ടിക്കുക. നേരത്തെ നമ്മൾ വരച്ച സെയിം സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് വരാം. എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് അറിയാമോ? ഈ ഒരു ഡിസ്റ്റൻസ് നമ്മുടെ കോമ്പസിൽ എടുക്കുക. ഫസ്റ്റ് ആർക്ക് നമ്പർ 1, രണ്ടാമത്തെ ആർക്ക് നമ്പർ 2, മൂന്നാമത്തെ ആർക്ക് നമ്പർ 3 ആണ്. 3 ആർക്ക് നമ്മൾ കട്ട് ചെയ്യുക. ആൻസർ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയ ആ ഒരു സ്ക്വയർ ആണ് നമ്മുടെ റിക്വയർഡ് സ്ക്വയർ. കണ്ടോ? അപ്പൊ ഈ ലെങ്തിലുള്ള റെക്ടാങ്കിൾ വരച്ചു 5 3. അതായത് ഇതിന്റെ ഏരിയ എന്താണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ ഏരിയ എന്താണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണോ അത് തന്നെയാണ് ഇവിടെയും കിട്ടുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഈ റെക്ടാങ്കിൾ സെയിം തന്നെ അതേ ഏരിയ ഉള്ള വേറെ റെക്ടാങ്കിൾ വരക്കാൻ പറഞ്ഞാൽ എന്താണ് ഐഡിയ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ സെയിം ആയിട്ട് നമ്മൾ എന്ത് വരക്കും? ആദ്യം തന്നെ ഒരു റെക്ടാങ്കിൾ ഒക്കെ അങ്ങോട്ട് വരക്കാം. ഓക്കെ, നോക്കിക്കോ, റെക്ടാങ്കിൾ വരക്കാൻ പോയിന് 5ഉം 3ഉം ആയിട്ട് റെക്ടാങ്കിൾ വരച്ചിട്ടാ. യെസ്. ഇനി കുഞ്ഞുവശം നമ്മൾ റൈറ്റിലേക്ക് നീട്ടി. കുഞ്ഞുവശം എന്ത് ചെയ്ത്? റൈറ്റിലേക്ക് നീട്ടി, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഇതേ ഏരിയയുള്ള റെക്ടാങ്കിൾ വരക്കാനായിട്ടല്ലേ പറഞ്ഞേക്കണം, വിത്ത് 1 സൈഡ്. പുതിയ വശം എന്താണ്? 6 ആണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈനിങ് എടുത്ത് താഴേക്ക് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇനി ഈ ലൈനും ഈ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്യും, ഈ പോയിന്റും കൂടി ഞാൻ ജോയിൻ ചെയ്യും. രണ്ടും കൂടി ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരക്കാൻ പോണത്. അപ്പൊ ആർക്ക് കട്ട് ചെയ്യുന്നു, എന്താണ്? പകുതിക്കുള്ളിൽ നീളം കൊടുക്കുന്നു, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യുന്നു, വീണ്ടും ഇവിടെ കുത്തുന്നു, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ആർക്ക് കട്ട് ചെയ്തിട്ട് വരച്ചു. അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കും കേട്ടോ. ഇവിടെ കുത്തും, പകുതിക്കുള്ളിൽ നീളം കൊടുക്കും, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യും, കോമ്പസ് അനക്കാണ്ട് വീണ്ടും ഇവിടെ കുത്തും, മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? എന്റെ മക്കൾ ഇങ്ങനെ വരക്കാം. വരച്ച് കഴിയുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആർക്ക് വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടൂല മക്കളെ. ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടർ വന്നത് ആ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരക്കാം. അതായത് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ, എന്നിട്ട് ഈ പോയിന്റ് ഇവിടെ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, എല്ലായിടത്തും എത്തണ്ടെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ഒരു സർക്കിൾ അങ്ങോട്ട് വരക്കാം. കണ്ടോ? സർക്കിൾ വരച്ചല്ലോ. അപ്പൊ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെറുതായിട്ടൊന്നും എത്തിയില്ല, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് പോയെന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്യാം. വേറെ സ്ഥലത്ത് കിടക്കണമെങ്കിൽ ഒന്നും ചെയ്യരുത് കേട്ടോ. ഓക്കെ, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? അതുപോലെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് കേട്ടോ, ഇത്രയല്ല ഇത്രയും ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങാട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 90 ഡിഗ്രി വരക്കാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങാടും വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങാട് 90 ഡിഗ്രി തന്നെ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ആ റെക്ടാങ്കിളിന്റെ ഏരിയയും പിന്നെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും മക്കളെ? വരാ സെയിം ആയിട്ടുള്ള ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ കിട്ടാം. കണ്ടാ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യം. ഈ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടാണ്. അതായത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും നമ്മുടെ സർക്കിൾസും കൂടി കമ്പൈൻഡ് ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. നോക്കിക്കോ, ഡയഗണൽ AC-യും BD തന്നിട്ടുണ്ട്. AC BD തന്നിട്ടുണ്ട്. ഓഫ് സൈക്ലിക് കോട്ടിലായിട്ടുള്ള ABCD ആണ്. ABCD സൈക്ലിക് കോട്ടിലായിട്ട് കട്ട്സ് അറ്റ് പോയിന്റ് P എന്ന് തന്നിട്ടുണ്ട്. PA 12, PB PC 2. പിന്നെ അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? BD 11 ആണ്. ഇവിടെ തുടങ്ങി ഇവിടെ വരെ 11 സെന്റിമീറ്റർ ആണ്. ഇഫ് PB X ആണ്, PB എന്നുള്ളത് എന്താണെങ്കിൽ X ആണെങ്കിൽ then write PD in terms of X എന്നാണ് വെച്ചിരിക്കുന്നത്. PD-നെ X-ന്റെ ടേംസിൽ എഴുതണം, X-ന്റെ ആ രൂപത്തിൽ എഴുതണം. X-ഉം Y ഒക്കെ ആയിട്ട് എഴുതാനായിട്ട് പറഞ്ഞേക്കണം. കഴിഞ്ഞ തവണത്തെ ഫൈനൽ എക്സാമിന് നമ്മുടെ SSLC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ലെങ്സ് ഓഫ് PB ആൻഡ് PD എന്നാണ് ചോദിച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫിഗർ അങ്ങനെ തന്നെ എടുത്തു. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഇത് എന്താണ്? PA into PB എന്ന് പറഞ്ഞാൽ എന്താണ്? PC into PD ആണ്. ഓക്കെ, PA എന്ന് പറഞ്ഞാൽ 12, PC എന്ന് പറഞ്ഞാൽ 2. അപ്പൊ അത് എഴുതി 12, 2. ഇനി ഇത് X ആണെങ്കിൽ
മൊത്തത്തിൽ എക്സിന്റെ ടേംസിൽ എഴുതാനായിട്ടാണ് പറഞ്ഞേക്കണം. പി ബി എക്സ് ആണെങ്കിൽ എന്നാണ് ചോദിച്ചേക്കണം അല്ലേ. എന്താണ് നമ്മളോട് ചോദിച്ചേക്കണം? പി ബി എക്സ് ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇഫ് പി ബി എക്സ് ദെൻ റൈറ്റ് പി ഡി ഇൻ ടേംസ് ഓഫ് എക്സ് എന്നാണ് ചോദിച്ചേക്കണം അല്ലേ. എക്സിന്റെ രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? പി എ ഇൻറ്റു പി സി 12 ഇൻറ്റു 2 24 എഴുതണമെങ്കിൽ ഏതാ പി ബി ക്ക് പകരം എക്സ് എന്ന് എഴുതാം, പി ഡിക്ക് പകരം 11 മൈനസ് എക്സ് എന്ന് എഴുതാം. ആണോ, ഇതാണ് ആ എക്സിന്റെ ടേമിൽ എഴുതാൻ പറഞ്ഞുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഫൈൻ ലെങ്ത് ഓഫ് പി ബി ആൻഡ് പി ഡി. പി ഡിയുടെ ലെങ്ത്തും പി ബിയുടെ ലെങ്ത്തും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ അതേ നോക്കിയാണ് മക്കളെ, ഇവിടെ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ എക്സിനെ 11 വെച്ച് ഗുണിക്കും. അപ്പൊ എന്തോരും 11 എക്സ്. എക്സിനെ മൈനസ് എക്സ് വെച്ച് ഗുണിക്കും. അപ്പൊ എന്തോരും മൈനസ് എക്സ് സ്ക്വയർ. 12 ഇൻറ്റു 2 എത്രയ്ക്കും വരാം? 24. നേരെ ഞാൻ ഈ തിരിച്ചിട്ടേക്കണ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി മൊത്തം ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യണ്? നെഗറ്റീവ് വെച്ച് ഗുണിക്കുകയാണ്. അല്ലെങ്കിൽ ഇവന്മാരെ എല്ലാവരെയും ഞാൻ അപ്പുറത്തോട്ട് എടുത്തായിട്ട് സങ്കല്പിച്ചാലും മതി. ഈ 11 എക്സിനെയും ഈ എക്സ് സ്ക്വയറിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്ത്. അപ്പൊ എന്തായിരിക്കും വരാ? മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ, 11 എക്സ് അപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് 11 എക്സ് അല്ലെ. അപ്പൊ എന്തോരും നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 11 എക്സ് പ്ലസ് 24 = 0. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് മക്കളെ? അങ്ങനെ ചെയ്യാൻ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഫ്രണ്ടിൽ സാധാരണ രീതിയിൽ നമ്മൾ നെഗറ്റീവ് ഒന്നും ഇടാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തെന്ന് കിട്ടും? പി ബിയും കിട്ടും, പി ഡിയും കിട്ടും. അപ്പൊ ദേ ഇത്രയും ആലോചിച്ചാൽ മതി അല്ലെ. കൂട്ടുമ്പോ -11 കിട്ടണം. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 11 എക്സ് പ്ലസ് 24 എന്നല്ലേ വന്നേക്കണം ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടുമ്പോ -11, ഗുണിക്കുമ്പോ 1, ഇത് എക്സ് സ്ക്വയറിന്റെ ഫ്രണ്ടിൽ 1 ആണല്ലോ, 1 ഇൻറ്റു 24 കിട്ടണം. ഏതാന്ന് നോക്കണം. അപ്പൊ ഏതൊക്കെയായിരിക്കും വരാ? -8 പ്ലസ് -3 11 ആണ്, -8 ഇൻറ്റു -3 24 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയാമോ? ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ്? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. അത് വെച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. അതായത് എക്സിന്റെ വില എന്തായിരിക്കും വരാ? എക്സിന്റെ വില എക്സ് മൈനസ് 8 ഈക്വൽ ടു 0 വരും, എക്സ് മൈനസ് 3 ഈക്വൽ ടു എന്തും വരും? 0 വരും. അതായത് എക്സ് ഈക്വൽ ടു 8 വരും, എക്സ് ഈക്വൽ ടു 3 വരും. അതായത് ഇപ്പൊ എക്സ് പി ബിയുടെ വാല്യൂ ഇപ്പൊ എന്ത് വന്നാ? 8 വന്നാ പി ഡിയുടെ വാല്യൂ എന്തായിരിക്കും വരാ? 3 ആയിരിക്കും വരാം. പി ഡി ആണ് കേട്ടോ, ഇവിടെ നിന്നാണ് പി ഡി ആണ്. പി ഡിയുടെ വാല്യൂ എന്തായിരിക്കും വരാ? 3 ആയിരിക്കും വരാ. ഇനി പി ബിയുടെ വാല്യൂ 3 വന്നു കഴിഞ്ഞാൽ എന്തോരും? പി ഡിയുടെ വാല്യൂ 8 ആയിട്ട് വരും. ഓക്കെ, എക്സിന്റെ വാല്യൂ ആണല്ലോ പറയുന്നത്. അപ്പൊ അതായിരിക്കും നമ്മുടെ എന്തായിട്ട് വരാം? ആൻസർ ആയിട്ട് വരാം. ഇത് എക്സ് ആയിട്ട് എടുത്താൽ ബാക്കി ടോട്ടൽ. കാരണം എന്താണ്? ഇത് മൊത്തം 11 അല്ലേ. ഇത് 3 ആണെങ്കിൽ ഇത് എത്ര വരും? 8. ഇനി ഇത് 8 ആണെങ്കിൽ ഇത് എത്ര ആയിട്ട് വരും? 3 ആയിട്ട് വരും. മിക്കവാറും കാണുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഇത് 3ഉം ഇത് 8 ആയിട്ടാണ് തോന്നാറ് അല്ലെ. അപ്പൊ കണ്ടല്ലോ മക്കളെ. അപ്പൊ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കള് നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുക. ഓണം എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫുൾ മാർക്കൊക്കെ തന്നെ മേടിക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ടാറ്റാ ബൈ.